ഇംഗ്ലണ്ട് ഫാനായ ഞാൻ ഈ വേൾഡ് കപ്പ് സന്തോഷത്തോടെ കണ്ടു തുടങ്ങി നമ്മുടെ മാനേജർ സൗത്ത് ഗേറ്റ് അല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. പക്ഷേ തോമസ് ട്യൂക്കിൽ ഡിക്റ്റോ സൗത്ത് ഗേറ്റ് അയച്ചു ഇറക്കി നമുക്ക് കയ്യിലിരുന്ന കളി കൊണ്ട് തോപ്പിച്ചു തന്നു. 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡൻ ആ ഗോൾ അടിക്കുന്നവരെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ പോയി. അർജന്റീനയ്ക്ക് ചാൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു. മെസ്സിയുടെ ത്രക്ക് വരെ നമ്മൾ നെഗേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അൾട്രാ ഒഫൻസീവ് ഫുട്ബോൾ ഒന്നും അല്ല കളിച്ചുകൊണ്ടിരുന്നത്, ഡിഫൻസീവ്ലി കോമ്പാക്ട് ആയിരുന്നു. പക്ഷെ നമുക്ക് കൗണ്ടറിൽ നല്ല ഡേഞ്ചറസ് പൊസിഷനിൽ വരാനും പറ്റുന്നുണ്ടായിരുന്നു. ആ ഫുട്ബോൾ നമ്മൾ ഒരു 25 മിനിറ്റും കൂടി കളിച്ചായിരുന്നെങ്കിൽ ഈ കളി നമ്മൾ പുഷ്പം പോലെ ജയിച്ചാണ്. പക്ഷെ ട്യൂക്കിൽ എന്താ തീരുമാനിക്കുന്നത്? നമുക്കിനി അൾട്രാ ഡിഫൻസീവ് മെന്റാലിറ്റിയിലേക്ക് പോകാം. ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയതാണെങ്കിലും മരണ കോമഡി. എടാ, മെസ്സിക്ക് റൈറ്റ് വിങ്ങിൽ സ്പേസ് കൊടുത്തിട്ട് എങ്ങനെയാടാ ഡിഫെൻഡ് ചെയ്യുന്നത്? എത്ര ക്രോസ് വേണമെങ്കിലും ഇട്ടോ, ഞങ്ങൾ ഇത് ഡിഫെൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഗോൾ മേടിക്കാണ്ടിരിക്കുമോ? ഒരു 80 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്യൂക്കിൽ ഈ ടാക്ടിക്സിലേക്ക് പോകുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് അർജന്റീന 2 ഗോൾ അടിച്ചാലും ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ വിധിയാണ്, അവർ ജയിച്ചോട്ടെ, ഒരു പ്രശ്നമില്ലാന്ന്. പക്ഷേ ഇത് ട്യൂക്കിൽ തോപ്പിച്ച കളിയാണെന്ന് തന്നെ പറയണം. ഒരിക്കലും ഇംഗ്ലണ്ടിന് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 4 ടൂർണമെന്റ് എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 യൂറോ ആയാലും കഴിഞ്ഞ 2 വേൾഡ് കപ്പ് ആയാലും 0-0 ആണെങ്കിലും ഇംഗ്ലണ്ട് ഹാപ്പി, 1-0 ലീഡ് ആണെങ്കിലും ഇംഗ്ലണ്ട് ഹാപ്പി. എങ്ങനെ വന്നാലും നമുക്ക് ഡിഫെൻഡ് ചെയ്തിട്ട് എങ്ങനെയാലും രക്ഷപ്പെട്ട് പോവാം. ആ മെന്റാലിറ്റി വെച്ച് ജീവിതത്തിൽ കപ്പടിക്കാൻ പോകുന്നില്ല. ഫുട്ബോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളൊന്നുള്ള പഞ്ചായത്തിന്റെ അടുത്തേക്ക് പോലും വരില്ല. ക്വാർട്ടർ ഫൈനൽ വരെയുള്ള ഇംഗ്ലണ്ടിന്റെ റണ്ണ് കണ്ടിട്ട് സെമി ഫൈനൽ റിസൾട്ട് എന്ത് തന്നെ ആയാലും അടുത്ത വേൾഡ് കപ്പിലും ട്യൂക്കിൽ തന്നെ മാനേജറായിട്ട് വേണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഈ 35 മിനിറ്റിലെ പുള്ളിയുടെ മാനേജ്മെന്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഷുവർ അല്ല. സോ നിങ്ങൾ പറയൂ, ഈസി ടൈം ഫോർ ട്യൂക്കൽ ഔട്ട്, അതോ അദ്ദേഹത്തിന് ഇനിയും ചാൻസ് കൊടുക്കണോ? 2028 യൂറോ വരെ പുള്ളി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ പുള്ളി അത് ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഗുഡ്.